ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ 3 സ്നാക്കിൻ്റെ റെസിപ്പിയും പിന്നെ ഒരു ഇഫ്താർ ഡ്രിങ്കും പിന്നെ എൻ്റെ കുറച്ച് ഇഫ്താർ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി വേണം. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 8:30 ഞാൻ എഴുന്നേറ്റത്. 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അയിമും പെണ്ണും സ്കൂളിലോട്ട് പോയി. വാപ്പാട്ടാണ് സ്കൂളിലോട്ട് ആക്കുന്നത്. അവർ പോയി കഴിഞ്ഞാൽ സാവി പിന്നെ ഒറ്റയാനാട്ടോ, ഒറ്റയ്ക്ക് കളിയും ചിരിയും ബഹളം. അങ്ങനെ മുറ്റത്ത് ചുമ്മാ ഞാൻ ഉലാത്തിയപ്പോൾ മാവിൽ മാങ്ങയൊക്കെ നിൽക്കുന്നു. പണ്ടൊക്കെ ഈ മാവ് നിറച്ചങ്ങ് ഭ്രാന്ത് പിടിച്ചങ്ങ് പിടിക്കുമായിരുന്നു മാങ്ങ. എന്തോ മാവ് അപ്പൂപ്പനായും തോന്നുന്നു. അപ്പം മാങ്ങ അധികമൊന്നും പിടിക്കാറില്ല, പിടിച്ചാലും അങ്ങ് മുകളിലാണ് പിടിക്കുന്നത്. പിന്നെ ഈ മാങ്ങ പഴുത്ത് കഴിഞ്ഞ് തിന്നാൻ സൂപ്പർ ടേസ്റ്റ് ആട്ടോ, ഭയങ്കര മധുരമാണ്. അതുകൊണ്ട് പച്ചയ്ക്കൊന്നും ആരും ഇത് പിച്ചാറില്ല. പച്ചയ്ക്ക് തിന്നാനും നല്ലതാണ്, പുളിയൊന്നും അധികം ഇല്ലാത്ത മാങ്ങയാട്ടോ. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒട്ടുമാങ്ങ എന്നൊക്കെ പറയും. അപ്പോൾ ഈ മാങ്ങ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് നേരം ചെടിയിൽ കുറച്ചൊന്ന് മാന്തി പറിക്കാമെന്നൊക്കെ കരുതി വന്നു. ഈ ചെടിയെല്ലാം വെക്കുന്നത് എൻ്റെ ഇത്തായിട്ടോ. എൻ്റെ ഇത്താക്ക് ഈ ഗാർഡനിങ്ങിനൊരു ഭയങ്കര ക്രൈസാണ്. ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ വന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. എനിക്ക് ഇതിനോടൊന്നും വലിയ ക്രൈസ് ഇല്ല. ഞങ്ങളുടെ സ്വഭാവം തമ്മിൽ എൻ്റർലി ഡിഫറെൻ്റ് ആട്ടോ. അവൾക്ക് ഗാർഡനിങ്ങും ക്ലീനിങ്ങിലുമാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് കുക്കിങ്ങിലാട്ടോ ഇഷ്ടം. അങ്ങനെ കുറേ നേരം മുറ്റത്തൊക്കെ ഉലാത്തി ഓരോന്നൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഫോണിൽ കളിക്കാമെന്ന് പറഞ്ഞ് ഊഞ്ഞാലി വന്നിരുന്നേ. അപ്പോൾ എൻ്റെ കൂടെ സാവി വന്നിരിപ്പുണ്ട്. വാപ്പാടെ വണ്ടിയുടെ ചാവിയാട്ടോ അവൻ്റെ കയ്യിരിക്കുന്നത്. അവനെ കൊണ്ട് കറക്കാതെ വാപ്പായി അവൻ ജോലിക്ക് വിടത്തില്ല. അങ്ങനെ കാത്തിരിക്കുവാണ് വാപ്പ ഇറങ്ങണേ നോക്കിക്കൊണ്ട്. വാപ്പ ആയിമിന് മുന്നേ സ്കൂളിലൊക്കെ ആക്കിയതിന് ശേഷം വന്ന് പതുക്കെ ആട്ടോ പിന്നെ പോകുന്നത്. നോമ്പൊക്കെ അല്ലേ. അങ്ങനെ എൻ്റെ കൂടെ ഊഞ്ഞാലിരിക്കാണ് വാപ്പ പോകുന്നതും വെയിറ്റ് ചെയ്ത്. ക്ഷമ നശിക്കുമ്പോൾ നേരെ റൂമിൽ ചെന്ന് വാപ്പയെ വിളിച്ചുകൊണ്ട് വരും. ഇപ്പോഴത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു അസർ ബാങ്കിന് ശേഷം ആട്ടോ ഞാൻ അടുക്കളയിലോട്ട് പോകുന്നത്. സ്നാക്കിൻ്റെ പരിപാടികളൊക്കെ അപ്പോഴാട്ടോ തുടങ്ങുന്നത്. അപ്പം ഇന്ന് 2-3 സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ സമൂസ ഷീറ്റൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് ക്യാരറ്റ് വെച്ച് ക്യാരറ്റ് ബോൾ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ്. ഇവിടെ രാവിലെ അയിമും പൊന്നും സ്കൂളിൽ പോകുന്നതുകൊണ്ട് അവർക്ക് ചോറ് കൊടുത്ത് വിടും. അപ്പോൾ രാവിലെ തന്നെ ചോറും കറിയൊക്കെ ഉമ്മ വെക്കും. കുഞ്ഞുങ്ങൾക്ക് മാക്സിമം ചോറും ഒക്കെ കൊടുത്തു വിടാൻ തന്നെ നോക്കും കേട്ടോ. സ്കൂളിൽ വീട്ടിൽ വന്നാൽ കഴിക്കാൻ ഭയങ്കര പാടാണ്. സ്കൂളിലാകുമ്പോഴത്തേക്കും ഫ്രണ്ട്സും പിന്നെ ആയമാരൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ കഴിക്കും. ഒന്നെങ്കിൽ ചോറ് മീൻകറി, ഇല്ലെങ്കിൽ നെച്ചോറ് വറ്റിച്ചത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടാൻ ശ്രമിക്കും. എളുപ്പപ്പണിക്ക് കാപ്പിയൊന്നും അങ്ങനെ കൊടുത്തു വിടാറില്ല. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പറയാം എനിക്ക് ചപ്പാത്തി വേണമെന്നൊക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രം കൊടുത്തു വിടത്തുള്ളൂ. അതുകൊണ്ട് രാവിലെ തന്നെ ചോറിൻ്റെയും മീൻകറിൻ്റെയും പരിപാടികളൊക്കെ കഴിയും. പിന്നെ സ്നാക്കിൻ്റെ കാര്യമൊക്കെ വൈകിട്ട് അസറിന് ശേഷമാണ് കയറുന്നത്. പിന്നെ ഞങ്ങളെ വീട്ടിൽ എന്ത് ഐറ്റം ഉണ്ടാക്കിയാലും കുറച്ചധികം വെളുത്തുള്ളി ചേർക്കും കേട്ടോ. അസിഡിറ്റി വിഷയങ്ങളൊന്നും വരാതിരിക്കാനാണ്. പ്രത്യേകിച്ച് ഈ നോയമ്പ് സമയത്തൊക്കെ അത്രയും നേരം ഫുഡ് കഴിക്കാതിരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ അസിഡിറ്റി വിഷയമൊക്കെ വരും. അതുകൊണ്ട് എന്തുണ്ടാക്കിയാലും സ്നാക്ക് ഉണ്ടാക്കിയാലും എന്തുണ്ടാക്കിയാലും നമ്മൾ കുറച്ചധികം വെളുത്തുള്ളി ചേർക്കും. ഇതിപ്പോൾ ഇച്ചിരി അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ 4 അല്ലിയൊക്കെ മതിയാകും. പിന്നെ എനിക്ക് ഇഞ്ചി ചുരണ്ടി എടുക്കാൻ അറിഞ്ഞൂടാ. ഞാൻ ചീകിയാട്ടോ എടുക്കുന്നത്. എനിക്കതാണ് എളുപ്പം. എത്ര നോക്കിയാലും ചുരണ്ടി അങ്ങോട്ട് സെറ്റാകത്തില്ല. അങ്ങനെ പിന്നെ സ്നാക്കിൻ്റെ കാര്യങ്ങളൊക്കെ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ അങ്ങ് വേവിച്ച് വയ്ക്കും. അപ്പോഴത്തേക്ക് ചൂടാറി ഇരിക്കുമ്പോൾ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ രാവിലെ തന്നെ ഞാൻ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ബീഫൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാ കട്ടിയും കഴിഞ്ഞ് ഇനി നമുക്കിത് ഫില്ലിങ് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ബീഫ് ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് പൾസ് ചെയ്ത് അതൊന്നിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുന്നത്. പക്ഷേ ഈ ഫില്ലിങ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ അനിയനുണ്ടല്ല, അങ്ങനെ ഇങ്ങനെയൊന്നും ഏത് സാധനം കൊള്ളാം എന്നൊന്നും പറയത്തില്ല, കുഴപ്പമില്ല എന്നേ പറയത്തുള്ളൂ. പക്ഷേ ഇന്നത്തെ ഈ ഫില്ലിങ് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ കൊള്ളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നി. അപ്പോൾ ബീഫ് നന്നായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ സെയിം പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴന്നു പോകണ്ട, ഒന്ന് കടിക്കാൻ കിട്ടണം. സ്നാക്കിലൊക്കെ ഇങ്ങനെ സവാള കടിക്കാൻ കിട്ടണം, അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരിക. പിന്നെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം.
ഇതിപ്പോൾ വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികളൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൽ 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടിയുടെയൊക്കെ ഒരു പച്ചക്കുത്തങ്ങ് പോയി കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് അലങ്കാരത്തിനായിട്ട് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ പരിപാടിയാട്ടോ. അപ്പം ഇതിന് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ബീഫ് ബോക്സാണ്, പറയാൻ മറന്നുപോയി. അപ്പം ഇതിന് ഞാൻ സിസിൻ്റെ സമൂസ ഷീറ്റാട്ടോ എടുത്തേക്കുന്നത്. കുറച്ച് മൈദ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഒട്ടിക്കാനായിട്ട്. എനിക്ക് പേഴ്സണലി സിസിൻ്റെ സമൂസ ഷീറ്റാണ് ഇഷ്ടം. ഞാൻ വേറെ പലതും ഒക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്കെന്തോ സെറ്റായില്ല. കാരണം പെട്ടെന്ന് കീറിപ്പോവും, ചീത്തയായി പോകുന്നതിലേക്ക് എനിക്ക് തോന്നി. പക്ഷേ ഇതൊന്ന് അടിപൊളിയാട്ടോ. ഇപ്പം 3 വർഷത്തോളമൊക്കെ ഞാൻ ഇത് തന്നെയാണ് യൂസ് ആക്കൽ. അപ്പോൾ ഒരു സമൂസ ഷീറ്റ് നീളത്തിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദയുടെ ഒരു മിക്സ് തേച്ച് കൊടുക്കാം. പിന്നെ ഒന്ന് ക്രോസായിട്ട് ഒരു സമൂസ ഷീറ്റ് കൂടെ വെച്ചിട്ട് നടുക്ക് നമുക്ക് ഫില്ലിങ് കൂടെ വെച്ച് കൊടുക്കാം. ഇതിന് 2 സൈഡും നല്ലതുപോലെ മൈദയുടെ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇത് മടക്കിയെടുക്കാം, ഒരു ബോക്സ് പോലെ ആക്കാം. ഇനി 2 സൈഡിലുള്ള സമൂസ ഷീറ്റ് ഒന്ന് നീളത്തിൽ മുറിച്ച് കൊടുക്കാം. കുറച്ച് ഫാസ്റ്റിലിട്ടാട്ടോ ഞാൻ ഇത് കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബോറായിട്ട് തോന്നും. ഇച്ചിരി പണിയുള്ള പരിപാടിയാണ്, പക്ഷെ കാണാൻ നല്ല രസമായിരിക്കും. ഒരു ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മൈദ കൂടെ തേച്ച് കൊടുത്തിട്ട് ഇത് ഓരോന്നോരോന്ന് നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം. കുറച്ച് മെനക്കേടൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ആദ്യം 2-3 ചെയ്യുമ്പോഴത്തേക്ക് ഒരു പാടായിട്ട് തോന്നത്തുള്ളൂ. ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഓട്ടോമാറ്റിക്കലി പെട്ടെന്നെല്ലാം ചെയ്തെടുക്കും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം എന്താ ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 12-13 ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് പല പരിപാടികളും ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് ക്യാരറ്റ് പൊള്ളയുടെ ക്യാരറ്റ് വേവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ടോ ഞാൻ ഓരോന്നും കറക്റ്റായിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ ഓരോ റെസിപ്പി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് എല്ലാം കാണിക്കുമ്പോൾ മിക്സായി പോകത്തില്ലേ, അതുകൊണ്ടാണ് എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ അതാ ഇത് പെട്ടെന്ന് എണ്ണ കുടിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡീപ്പ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ആണ് ചെയ്തത്. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്നാമത് നോയമ്പ് മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ഓയിൽ ഇല്ലുമ്പോഴത്തേക്ക് എന്തോ പോലെയാണ്. അതുകൊണ്ട് കുറച്ച് ഓയിലൊക്കെ മാക്സിമം കുറച്ചിട്ടാട്ടോ നമ്മൾ ചെയ്യാറ്. അപ്പോൾ അതാ എല്ലാം ഒന്ന് കോരിയെടുക്കാം. ജസ്റ്റ് അപ്പുറത്തോട്ട് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോയത് കേട്ടോ, ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല ക്രിസ്പി സ്നാക്കാണ്, അടിപൊളി ടേസ്റ്റ് ആട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടാണ്, എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ക്യാരറ്റ് പോളയിൽ ക്യാരറ്റ് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി അതിൽ ഒരു 4 മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു 5 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 4 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം, കട്ടയൊന്നും ഇല്ലാതെ. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചൊന്ന് തടവി എടുക്കാം. ഈ പോളയുടെ റെസിപ്പിയൊക്കെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് പാനിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മളെ വീട്ടിൽ കേടായ പഴയ പാത്രമില്ലേ, അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഇതൊന്ന് സെറ്റായി വരും. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂസും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 20 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്ത് നല്ല അടിപൊളി പോള റെഡിയാകും. ഭയങ്കര സോഫ്റ്റും ടേസ്റ്റും ഒക്കെയാണ്. ഞാനിത് എൻ്റെയൊക്കെ കണ്ണൂർ ജോലി ചെയ്ത സമയത്ത് ഞങ്ങൾ കുറച്ചാൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവിടെയുള്ള കടകളിലൊക്കെ പോയി കഴിച്ച കേട്ടോ. ഭയങ്കര ടേസ്റ്റ്. എൻ്റെ മോൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ആ ഒരു ടൈമിൽ. ഇപ്പം അവനെന്തോ ഇഷ്ടമല്ല കേട്ടോ. ആ സമയത്ത് എപ്പോഴും ഇത് വാങ്ങിക്കൊണ്ട് കൊടുക്കുമായിരുന്നു കഴിക്കാൻ. അപ്പം അങ്ങനെ അവനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമായിരുന്നു. പിന്നെ 2 പച്ചക്ക കണ്ടപ്പോൾ വിചാരിച്ച് പച്ചക്ക ബജ്ജിയും കൂടെ ഉണ്ടാക്കാമെന്ന്. പിന്നെ അതിനൊരു റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മച്ചമ്മ ഇറച്ചി ഐറ്റംസ് ഒന്നും കഴിക്കില്ല.
കഴിച്ചിട്ടേ ഇല്ല എന്നല്ല, കഴിക്കുമായിരുന്നു, ചിക്കനും ബീഫും എല്ലാം കഴിക്കുമായിരുന്നു. പക്ഷേ എന്തോ ഇടക്കാലം കൊണ്ട് ഓരോന്നോരോന്ന് നിർത്തി, ചിക്കൻ നിർത്തി, ബീഫ് നിർത്തി, പിന്നെ മട്ടൻ നിർത്തി. ഇപ്പോൾ ഒന്നും കഴിക്കത്തില്ല, ചിക്കൻ്റെ ഒരു ഐറ്റവും കഴിക്കത്തില്ല. അപ്പം നോമ്പ് തുറക്കുമ്പം ചാമാക്കും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണമല്ലോ. അങ്ങനെയാണ് ബജ്ജി ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ ബജ്ജിയുടെ റെസിപ്പി ഒന്നും പറഞ്ഞു തരണ്ട, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇനി പറഞ്ഞു തരണമെങ്കിലും കുറച്ച് കടലമാവ് ഒന്ന് ക്രിസ്പി ആവാൻ ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. പിന്നെ അതാ പച്ചക്കാട തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ നൈസായിട്ട് മുറിച്ചെടുക്കണം. ഒരുപാട് കട്ടിക്ക് മുറിക്കരുത് പച്ചക്ക, അപ്പോൾ പിന്നെ ഒരുമാതിരി വേവാത്ത പോലെയൊക്കെ ഇരിക്കും. കുറച്ച് നൈസായിട്ട് ഒരു പച്ചക്ക കൊണ്ട് ഒരു 4 നമുക്ക് മുറിച്ചെടുക്കാം. ഇത് മുറിച്ചെടുത്ത ഉടനെ വെള്ളത്തിലിടാം, കറയായതുകൊണ്ടില്ലെങ്കിൽ ഇങ്ങനെ കറുത്ത് പോവും. അപ്പോൾ അതും മാവിൽ മുക്കി അപ്പം തന്നെ പൊരിക്കുകയാണ്. കുറച്ച് ലേറ്റായി പോട്ടെ, എല്ലാം വീഡിയോ എടുത്തെല്ലാം ചെയ്ത് വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോൾ, അതുകൊണ്ട് എല്ലാം ഷടപടേന്നായിരുന്നു കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്ന് ഷമാമിൻ്റെ ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല പഴുത്ത ഷമാമ കത്തി ഇങ്ങനെ കയറ്റി മുറിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ അതിൽ നിന്നുള്ള ജ്യൂസ് ഇങ്ങനെ വെളിയിൽ ചാടാൻ തുടങ്ങി. അത്രയ്ക്ക് നല്ലപോലെ പഴുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി എടുക്കാം. ഇനി അരിഞ്ഞു വെച്ച എല്ലാ ഷമാമും മിക്സിയിലിട്ടിട്ട് നല്ല കട്ടിപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളപ്പിച്ചാറിയ പാലാണ്, ഇച്ചിരി പോലും വെള്ളം ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര തിക്കായിട്ടിരിക്കും. ഇപ്പം നോമ്പ് കുറിക്കുമ്പോൾ ഒരുപാട് വെള്ളം കുടിക്കാനല്ലേ നമുക്ക് തോന്നുന്നത്. ഇവിടെ ആർക്കും കട്ടിയുള്ള ജ്യൂസ് ഇഷ്ടമല്ല കേട്ടോ, നല്ല വെള്ളം പോലെ ജ്യൂസ് ഇരിക്കണം, എങ്കിലും മട കുടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ജ്യൂസിന് പുറമെ നമ്മൾ ലൈമും ആക്കാറുണ്ട്. അപ്പോൾ അതാ കുറച്ച് ഐസ് ഇട്ട് കൊടുത്തിട്ട് ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം പോലെ വല്ല ഒരുപാട് കട്ടിയില്ലാത്ത ഒരു രീതിയിലാട്ടോ തയ്യാറാക്കിയത്. ഇനി ഇതിലേക്ക് കുറച്ച് കസ്കസും കൂടി ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ ജ്യൂസും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കലക്കിയെടുത്ത് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. അങ്ങനെ വേഗം തന്നെ നമ്മൾ എല്ലാ സ്നാക്കും പറക്കി നിരത്തി വെച്ചോ. കാരണം ബാങ്ക് വിളിക്കാൻ ടൈം ആയായിരുന്നു, ഭയങ്കരമായിട്ട് ലേറ്റായിരുന്നു. ഞങ്ങൾ ജ്യൂസ് ഗ്ലാസ്സിൽ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാങ്ക് കേൾക്കുമായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ലേറ്റായി. സാധാരണ ഇതെല്ലാം പറക്കി വെച്ച് വെയിറ്റ് ചെയ്തിരിക്കലാണ് പരിപാടി. അങ്ങനെ നോയമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇരിപ്പായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ